മരണതുല്യമായ ഒരവസ്ഥയിലേക്ക് ആ കുട്ടി എത്തുക. പെട്ടെന്ന് ശരീരമെല്ലാം അങ്ങ് തണുക്കും. ഞാൻ മരിച്ചു പോകും, പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും ചെയ്യേ എന്ന് പറയുന്ന ഒരു സ്ഥിതി. ഞങ്ങളെല്ലാവരും ചൂട് കൊടുക്കുകയും തൊട്ടടുത്ത നഴ്സിംഗ് ഹോം കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുത്ത് വീട്ടിൽ വരുന്ന സന്ദർഭത്തിൽ ശകലനേരം കഴിഞ്ഞ് വീണ്ടും ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട്, കൂടാതെ ആ കുട്ടിയുടെ ശരീരത്തിനുള്ളിൽ തന്നെ പലതരത്തിലുള്ള, തൊണ്ടയ്ക്കൊരു മുഴയുണ്ട്, വയറിനുള്ളിലുണ്ട്, ഇതെല്ലാം വേറിക്കൊണ്ടാണ്. അതൊരു അംഗൻവാടി ടീച്ചറാണ്. അങ്ങനെ കഴിയുമ്പോൾ ഒരുപാട് ഡോക്ടർമാരെ കണ്ട്, ന്യൂറോയുടെ ഡോക്ടറെ കാണുന്നു. ഇതെല്ലാം കഴിച്ചിട്ടും നാം ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് ഒരു റിസൾട്ടിൽ എത്തിക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ അനിയത്തിയെ മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ പ്രോഡക്റ്റ് എടുക്കുകയും ഞാൻ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതലായി അനിയത്തിക്ക് കൊടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വളരെ ആരോഗ്യവതിയായി എൻ്റെ സഹോദരി ഈ സമൂഹത്തിൽ നിൽക്കുകയും അവരെല്ലാം ഇതിൻ്റെ പ്രവർത്തകരായി മാറുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ അറിയാവുന്ന സുഹൃത്തുക്കളെയെല്ലാം